ഹായ് ഫ്രണ്ട്സ്, വൈബ് ഡെസ്റ്റിനേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മാപ്പിൽ പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ്. പുറത്തിരുന്ന് താണിപ്പാറ എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ സൺറൈസും സൺസെറ്റും വേറെ ലെവലാണ്. പോരാത്തതിന് ക്യാമ്പിങ് കൂടി ആയപ്പോൾ അത് കിടുവായി. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റും സൺറൈസും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോ മൊത്തം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? പൊളി പോനെ മതി. ഈ സ്പോട്ട് മതി. ഈ സ്പോട്ടിലാണ് ടെൻ്റ് അടിക്കാൻ പോണേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ താണിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നല്ല മുകളിൽ നല്ലൊരു അടിപൊളി സ്പോട്ട് നോക്കിയിട്ട് അവിടെ ടെൻ്റ് അടിക്കാനുള്ള പ്ലാനാണ്. നമ്മളൊപ്പം രാഹുലുണ്ട്. രാഹുലിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നീ എങ്ങനെയാണ് കണ്ടുപിടിച്ച സ്ഥലമൊക്കെ? ഞാനൊരു കൂട്ടുകാരൻ സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ അവൻ്റെ സ്റ്റാറ്റസ് അവനോട് ചോദിച്ചു, അവൻ്റെ കൂടെ പോന്നു. ആദ്യം വന്നപ്പോൾ എനിക്ക് ഇവിടെ കയറാൻ പറ്റിയിരുന്നില്ല. രണ്ടാമത്തെ ദിവസം ഇവിടെ കയറി ഒരു തന്നെ കൊണ്ട് ഞാൻ വന്നു. ഇവിടെ കയറി അടിപൊളി. കാരണം ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ സൺസെറ്റും കാണാം, സൺറൈസും നേരെ ഓപ്പോസിറ്റും കാണാൻ പറ്റും എന്നാണ് ഒരു ഇത് അല്ലേ? നീ സൺറൈസ് കണ്ടിട്ടുണ്ടോ അവിടെ? അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റൗ ഒക്കെ പഴയതോരുണ്ടായിരുന്നു, അതൊക്കെ സെറ്റാക്കി എടുത്തു. ഇവിടെ അടിക്കുക, നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് ടെൻ്റ് അടിക്കണം. അപ്പോൾ ഇവിടെ സൺസെറ്റ് ഒരുവിധം കഴിഞ്ഞു. അതിന് ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനത്തെയൊക്കെയാണ് കുറേ പ്ലാൻസ്. ടെൻ്റ് അടിക്കണം. ഡിഷിനാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇവിടെ നേരെ പിക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നു. കത്തി പിടിക്കില്ലാന്നായിരിക്കണം അല്ലേ? ഇപ്പി മാഗി ഇല്ലെങ്കിൽ നമ്മളൊക്കെ ട്രാവലിലൊക്കെ എത്ര പെട്ടുപോയനല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി, ഡിഷിൻ്റെ ഫുഡൊക്കെ കഴിച്ചു. ഫുൾ സെറ്റാണ്. ഇപ്പോൾ സ്റ്റൗ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ലൈറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റി. കുറച്ച് പ്രാണികളൊക്കെ ഉണ്ട്, അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, വേറെ വലിയ ജന്തുക്കളൊന്നും ഇല്ലാത്തത് ഒരു എന്തോ ഉണ്ടാവുമെന്നേ അറിയില്ല. ഇനിയിപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു പേടിയുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഇവിടെ വരണല്ലോ, ഇവിടെ പോയി ഇന്നും മഴയാണെങ്കിൽ ശോകമായിരിക്കും. ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ശോകമായിരിക്കും. ഇത് 2 പേരെ ടെൻ്റാണ്, അതിലാണ് ഞങ്ങൾ 3 പേര് കിടക്കുന്നത്. അതിൻ്റെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ മാഗി മേടിച്ചു കൊണ്ടുണ്ടായിരുന്നു. മാഗി, വെള്ളം, പിന്നെ പാത്രങ്ങൾ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അതും ഒരു കാര്യം. ഡിഷിൻ ചേർന്നുണ്ടായി. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ മെയിൻ ഡിഷിൻ കാറ്റർ. ഡിഷിനും മിന്നല് ഭയങ്കര പേടിയാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു മിന്നല്. ആ പുല്ലിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ടെൻ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മുടെ രാഹുലിനെ പരിചയപ്പെടുന്നത്. അവനാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് തന്നെ. ഈ ഒരു സ്ഥലം
ഇവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾ എത്തിയത്? ഈ സ്പോട്ട് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പോളോ ടയേഴ്സിന്റെ ബാക്കിൽ ഒരു സർവീസ് റോഡ് ഉണ്ട്, ചെറിയൊരു ഓഫ് റോഡും കൂടിയാണ്, ഒരു ചെറുതായിട്ട് കയറാൻ. ഇവിടെ ബ്ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. ഞങ്ങൾ ആ ഗ്യാപ്പിൽ കൂടെ ഒക്കെ വണ്ടി കയറ്റി ഇവിടേക്ക് പോന്നു. പിന്നെ ഇവിടെ രാവിലെ ആയിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അത്യാവശ്യം ആഴമുള്ള ഒരു കോറ, രാവിലെ കുളിക്കാനൊക്കെ കുളിക്കാനുള്ള തോർത്തൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? തോർത്തെടുത്തുണ്ട്. അങ്ങനെ അന്ന് വന്നപ്പോൾ ഭയങ്കര കടയായിരുന്നു. നമ്മ വന്നത്ര ഫ്രീ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് തിക്കി മാറ്റിയിട്ട് വേണമായിരുന്നു കയറാൻ. അങ്ങനെ കയറി വന്ന് ഇവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അവിടെ നല്ല ഭയങ്കര നല്ല രസമായിരുന്നു അവിടെ. അപ്പം ഇനി നാളെ കാലത്ത് എന്തായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ഈ ഞങ്ങളുടെ ഇതിൻ്റെ ബാക്കിലാണ്, ഇവിടെയാണ് ഞങ്ങളുടെ ഈ സൈഡിലായിരുന്നു സൺസെറ്റ് ഉണ്ടായിരുന്നത്. ഇനി ബാക്ക് സൈഡിലായിരിക്കും സൺറൈസ് ഉണ്ടാവുക. അപ്പം എങ്ങനെ ഉണ്ടാവും ക്ലൈമറ്റ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കഷ്ടപ്പെട്ട് വിടുന്നവരൊക്കെ വന്നു. ഭയങ്കര വെയിറ്റിംഗ് ആണ്. നല്ല പോലെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ? നല്ലൊരു വീഡിയോ കിട്ടട്ടെ. വീഡിയോ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. 2 പേരുടെ ടെൻ്റാണിത്. ഇതിൽ 3 പേരും കൂടി കുത്തിയിരിട്ടാണ് കിടക്കണേ. എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളും ഭയങ്കര വെയിറ്റിംഗ് ആണ് നാളത്തെ സൺറൈസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കാം. അപ്പോൾ നേരെ നമുക്ക് ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗൈസ് നമ്മൾ ഫുഡ് എടുക്കുക കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു. നല്ലൊരു രസമായിരുന്നു. പുറത്തൊക്കെ നല്ല എന്താ പറയുക മഞ്ഞുണ്ട്. ഇപ്പോൾ ടെൻറ്റിൻ്റെ മുകളിലൊക്കെ നൈസായിട്ട് വെള്ളമൊക്കെ ഈർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലെല്ലാം സെറ്റാക്കി ഇപ്പോൾ ടെൻറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗൈസ് അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 6:15 പിള്ളേരൊക്കെ എണീറ്റ് പുറത്തിരുന്ന് ഫോട്ടോഷൂട്ടൊക്കെയാണ്. സൂര്യ ഉദിച്ചിട്ടില്ല, ഉദിക്കുന്നേ ഉള്ളൂ. ആ സൈഡിൽ നൈസ് കോടയൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയൊന്നും മഴ പെയ്യാത്തതുകൊണ്ട് അത്രയും വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല അല്ലേ? പക്ഷെ കുഴപ്പമില്ല. നല്ല വ്യൂ ഒക്കെയാണ് അവിടെ നിന്ന്. അപ്പോൾ ടയേഴ്സിൻ്റെ ആ ഒരു ഫാക്ടറി ഇവിടെ കാണാം. പിന്നെ അവിടെ മറ്റേ കുരിശുമുടിയിലടാ കനകമല, അതാ കാണുന്നത് കനകമലയാണ് കേട്ടോ. പാറമട, ഈ കാണുന്നത് പാറമട. നൈസ് വ്യൂ. ഇപ്പോൾ ആ സൈഡാന്ന് തോന്നുന്നു സൺറൈസ് വരിക. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഡിഷിൻ ഭയങ്കര ഫോട്ടോഗ്രാഫിക്കാണ്. സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാണ്. ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ വെച്ചാൽ ഹെൽമെറ്റൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നോ രാത്രി? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് പയ്യൻ ടെൻറ്റിൽ കിടക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ടെൻറ്റ്? കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഉറങ്ങി. ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം ഞങ്ങൾ 2 പേരുടെ ടെൻറ്റിലാണ് ഞങ്ങൾ 3 പേര് കിടന്നത്. കുത്തിത്തിരികെ കിടന്നല്ലേ? രാവിലെ ഇനി നമ്മുടെ ബ്രെഡും ഓംലേറ്റും ഉണ്ട്. ഡിഷിന്റെ വക. ഇന്നലെ മാഗി കഴിച്ചതിന്റെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മുടെ ബൈക്കൊക്കെ നിർത്തിയിട്ടുള്ളത് ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അവിടുത്തെ ഷെഡിലാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളത്. ആണ് അടിയിലൊക്കെ കോട നിറഞ്ഞിട്ട് കാണില്ലേ. അവിടെ നിന്നാണ് സൺറൈസ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തോ ആകെ ഒന്നും വരുന്നില്ല. ഇപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ സൺറൈസ് ഒന്നും അധികം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാര്യത്തിൽ സൺറൈസ് കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ സമയത്ത് 6:15 ഉണ്ടാവേണ്ടതാണ്. പക്ഷെ 6:34 ഇതുവരെ ആയിട്ടും ഒരു ലക്ഷണവും ഇല്ല. ചെറിയൊരു ലൈറ്റൊക്കെ വന്നിട്ട് അത്ര തന്നെയുള്ളൂ. സൺസെറ്റ് കിട്ടിയായിരുന്നു. സൺസെറ്റ് നല്ലപോലെ കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയ വഴിക്ക് സൺസെറ്റ് കഴിഞ്ഞു അങ്ങനെയായിരുന്നു. കാരണം ഇവിടെ ഫുള്ള് മേഘങ്ങളായതുകൊണ്ട് തന്നെ ഇതൊരു മഴയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് നമുക്ക് കണ്ടു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് സൺറൈസ് ഒരുവിധം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ആ ഹൈറ്റിലായിട്ടുണ്ട്. നമ്മുടെ ഡിഷിനൊക്കെ ഫുള്ള് ഓണാണ് അല്ലേ? രാവിലത്തെ ചായയൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. അതെ, സൺറൈസ് എൻജോയ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു ക്വാറി ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കമ്പനിയിലത്തെ ആൾക്കാരായിരിക്കണം. അതന്നെ, അവിടെ ആ ക്വാറിയിൽ പണിയെടുക്കുന്ന ആൾക്കാരും ആയിരിക്കണം. അപ്പോൾ നൈസ് വ്യൂ ആണ്. സൺസെറ്റും സൺറൈസും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത്.
അപ്പോൾ നമ്മൾ ക്യാമ്പ് അടിച്ച സ്ഥലത്തേക്കാണ് പോണേ. ബാക്കിൽ സൺ ഒരു ഇതെത്തി. പിന്നെ ഇവിടെ നിന്ന് അടുത്ത ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഒരു ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് മെല്ലെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോവാം. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഗ്ലാസ് എടുക്കാൻ മറന്നു. അതുകൊണ്ടിപ്പോൾ സൂപ്പ് പോലെയാണ് കുടിക്കണേ. റിയാക്ഷൻ പറ്റേ ഒരു സന്തോഷത്തിനൊരു ചൂട് പോയോ? എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ച സ്പോട്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ്. അടുത്തൊരു നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകണം കേട്ടോ. വഴി കാണിക്കുന്നത് രാഹുൽ. നോക്കി കിടക്കില്ല. ഒരാൾ ഹൈറ്റിലേക്ക് ആട്ട പുല്ല്. ഓ ഏറ്റടിക്കാറാണല്ലേ. ക്യാമറ കഴിഞ്ഞാൽ മതി. ഇവിടെ വീണ അവിടെ വീണു. ഓ ഇവിടുന്ന് ചാടണം എന്നാ ടാസ്കാ. ഈ പിള്ളേരെന്താ ആൾക്കാർ കുളിക്കുന്ന കാണാമെന്നൊക്കെ. സൺറൈസ് എടുക്കാൻ അടുത്തുള്ള തോന്നണം. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എന്തായാലും കുറേ സൈഡിൽ നിന്നുള്ള വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അവിടെ. നമ്മളതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടാ. പുള്ളി വീണ്ടാട്ടാശനെ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ വിണ്ടുണ്ട്. ഇതെപ്പോഴാണ് പൊട്ടി വീഴുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണല്ലേ. ആ മല കുരിശുമുടിയല്ലേ അത് കാണുന്നത്? കനകമല ആണ് കാണുന്നത്. ഇപ്പോഴും മഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് എത്തുള്ളൂ. ഇപ്പം ഈ സ്ഥലം അന്വേഷിച്ച് വന്നത് നിങ്ങൾ? അതെ, ഫോട്ടോ എടുക്കാനാണോ? അപ്പോൾ ഇങ്ങനെ അപ്പുറത്തേക്ക് വഴിയുണ്ട് അങ്ങോട്ട്? ഞങ്ങൾ വന്ന് അവിടെ നിന്നല്ലേ, താഴെന്ന് വരാല്ലേ? ആ അപ്പുറത്തേക്ക് വഴിയുണ്ട്. ഞങ്ങളവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ആയിരുന്നു. എന്നാ പേര് നിങ്ങളുടെ? അതുൽ, എവിൻ. അവർ രണ്ടുപേരാ? സന്ദീപ്, ജമാൽ. അപ്പോൾ അവിടെ വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ പാറയൊക്കെ അത്യാവശ്യം വിണ്ട് കിടക്കുകയാണ്. നമുക്ക് ഡേഞ്ചറാണ് അവിടേക്ക് പോകാൻ, റിസ്ക് ആണത്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റിലാണ്. ഇവിടുന്ന് സൺറൈസ് നല്ലപോലെ കാണാൻ പറ്റും. സൺസെറ്റ് നമുക്ക് അവിടെ നിന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം അവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് 2-3 വഴികളുണ്ട്. നമ്മൾ ടാസ്ക് വഴിയാണ് നമ്മൾ വന്നത്, അതല്ലാതെ വേറെ ഒരു വഴിയുണ്ട്. കുറച്ച് പിള്ളേരെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതായത് ഇവിടെ സൺസെറ്റ് കാണാൻ വന്നിട്ടുള്ള, സൺറൈസ് കാണാൻ വന്നിട്ടുള്ള പിള്ളേരാണ്. വില്ലേജ് ഫുഡായ സവാളഗിരി. ഇതിൽ ഞാൻ താജ്മഹൽ പണിയും. അതേട്ടാ അരിയണമെന്നാണ് കേട്ടാ ജീവിതത്തില്. വീട്ടിൽ എപ്പോഴും ഞാൻ സബോള അരിയാറ്. വീട്ടില് അമ്മേനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അമ്മ കണ്ടല്ലോ അല്ലേ? കത്തിക്ക് മുറിച്ചില്ലേ? കത്തിക്ക് മുറിച്ചില്ല, നല്ല മുറിച്ചുള്ള കത്തിന് ഇഷ്ടപ്പെട്ട പറ്റി അരിക്കണേ. ഇത്ര പുതിയ കത്തി മുറിച്ചില്ല. നീ ഒന്ന് വരണം മുറിച്ച് നോക്കിയേ, പറയാ കാണിക്ക വരില്ല. പോയി മക്കളെ, പോയി തീർന്നു. ബ്രെഡ് റോസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണം ഓംലെറ്റിനുള്ള സാധനങ്ങളിലേക്ക് ഇടാൻ. പരന്നിട്ടുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലായി.
കരിഞ്ഞിട്ടുണ്ടാവും മതി വേം പിടിക്കുക ഇത് മാറ്റ് ആ ഗ്യാസ് ഒന്ന് മാറ്റത് ബ്രെഡ് പൊറിച്ച് ആദ്യമായിട്ടാണ് അറിയണ അവന് വല്ല ധാരണയില്ലാലോ ഇതെ പറ്റിയിട്ട് കുട്ടിപ്പുരി ഇപ്പോൾ കാശ് നമ്മുടെ സാൻഡ്വിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇവിടുത്തെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മൾ നേരെ ഇവിടുന്ന് സ്കൂട്ടാവും അല്ലേ? യെസ് ബോസ്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ട് ഈ കണ്ട ഈ മലയുടെ മുകളിൽ ഇപ്പോൾ ഈ ഒരു സ്പോട്ട് പറഞ്ഞാൽ നമ്മുടെ രാഹുലാണ്. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടെന്റ് സ്റ്റേ ഒക്കെ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇവിടെ ക്യാമ്പ് ചെയ്യണത് തന്നെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പിംഗ് ഒക്കെ? നല്ലൊരു എക്സ്പീരിയൻസ്. എൻ്റെ ആദ്യത്തെ ടെന്റിങ് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ്. തുടക്കാവട്ടെ. പൊളി. ടെന്റൊക്കെ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം പഠിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. നമ്മൾ കുറെ സംസാരിച്ചിരുന്നു. രാത്രി 10 മണി പിന്നെ ഫുഡ് ഉണ്ടാക്കല അതൊരു ചടങ്ങായിരുന്നു. ചേട്ടൻ കുക്ക് അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സൺറൈസും സൺസെറ്റ് നമുക്ക് നൈസായിട്ട് മിസ്സായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ബൈ ബൈ.